ശബരിമലയിൽ നിന്നും വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അതായത് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികൾ കാത്തിരുന്ന വാർത്തകൾ പുറത്തു വന്നു തുടങ്ങി. കൊള്ള നടത്താൻ കൂട്ടുനിന്നു എന്ന് ഭൂരിഭാഗം വിശ്വാസികളും വിശ്വസിക്കുന്നതും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം അത് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു ഏത് സമയവും അറസ്റ്റിലാകാൻ പോകുകയാണ്. ചോദ്യം ചെയ്തു കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വാസുവിന്റെ കൈകളുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി ഉണ്ടായിരുന്ന ഒരാൾ തന്നെ വന്നു പറഞ്ഞതോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചത്. നിലവിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്നതിന് വിളിപ്പിച്ചത്. മഹസറിൽ ദ്വാരപാലക ശില്പത്തിന്റെ പാളി ചെമ്പാണെന്ന് എഴുതിയത് അന്ന് തിരുവാഭരണം കമ്മീഷണറായിരുന്ന എൻ വാസുവും KS ബൈജുവും പറഞ്ഞിട്ടായിരുന്നു എന്നാണ് സുധീഷ് കുമാറിന്റെ മൊഴി. എപ്പോൾ വേണമെങ്കിലും വരണമെന്നും നിർദ്ദേശം നൽകി വാസുവിനെ വിട്ടയച്ചതോടെ ഏത് സമയവും അറസ്റ്റുണ്ടാകുമെന്ന സൂചനയാണ് അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത്. ഇവർ ഒന്നിച്ചൊരു മോഷണം നടത്തിയത് വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. അതായത് സ്വർണ്ണമോഷണം നടന്ന 2019 കാലഘട്ടത്തിൽ എൻ വാസുവും ബൈജുവുമായിരുന്നു തിരുവാഭരണം കമ്മീഷണർമാർ. പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ കാലഘട്ടത്തിൽ സുധീഷ് കുമാർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. 2019 ഡിസംബറിൽ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു. പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് എൻ വാസു ആയിരുന്നു. അങ്ങനെയൊരു സംഭവം ഉണ്ടാകാറില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ ഇരുന്ന ഒരാളെ രാഷ്ട്രീയ നേതാക്കൾ ഇരിക്കേണ്ട ദേവസ്വം ബോർഡ് കസേരയിൽ ഇരുത്തുക വഴി പിണറായിയും ദേവസ്വം മന്ത്രിയും തീരുമാനിച്ചത് വാസുവിന്റെ അറിവോടെ മോഷ്ടിച്ച എല്ലാ കാര്യങ്ങളും മൂടിവെക്കുക എന്നുള്ളതായിരുന്നു. മാത്രമല്ല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ സുധീഷ് കുമാർ വീണ്ടും ദേവസ്വം ബോർഡിലെത്തി. എൻ വാസുവിന്റെ PA ആയിരുന്നു നിയമനം നൽകിയത്. അതും കള്ളന്മാരെയെല്ലാം വീണ്ടും ഒന്നിപ്പിക്കുന്നതിനുള്ള നിയമനമാണ് പിണറായി സർക്കാർ നടത്തിയത്. ആരൊക്കെയാണ് മോഷണം നടത്തിയത് എന്നും എന്തൊക്കെയാണ് മോഷ്ടിച്ചതെന്നും അതുപോലെ എൻ വാസു അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ചാണ് സുധീഷ് കുമാർ SITക്ക് വിശദമായ മൊഴിയാണ് നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കൈമാറിയത് ഭരണസമിതി പറഞ്ഞതു പ്രകാരമാണെന്ന് സുധീഷ് കുമാറിന്റെ മൊഴിയിലുണ്ട്. മേലുദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തത്. ഓരോ ഘട്ടത്തിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് കൈമാറി. രേഖകൾ അപ്പോൾ തന്നെ മേലുദ്യോഗസ്ഥരെ ധരിപ്പിച്ചു. അവരും ചെമ്പുപാളികൾ എന്ന് എഴുതിയത് തിരുത്തുകയോ എതിർക്കുകയോ ചെയ്തില്ലെന്നും സുധീഷ് കുമാർ മൊഴി നൽകിയിരുന്നു. ഇനി വാസു പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് മൊഴി വിശദമായി പരിശോധിച്ച ശേഷം സുധീഷ് കുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് SITയുടെ തീരുമാനം. അതോടെ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഉറപ്പാക്കുന്നത്.